ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ മേരി രേഷ്മ. അപ്പോൾ നമ്മുടെ HSAയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നു തുടങ്ങി. അപ്പോൾ നമ്മുടെ HSA എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമായിരിക്കും, ഹൈസ്കൂൾ ടീച്ചർ ആവുക എന്നുള്ളത്. നമ്മുടെ ഹിന്ദിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഹൈസ്കൂളിലെ കുറേ വേക്കൻസി നമുക്ക് എന്താണ് ഇപ്പോഴും ആ വേക്കൻസിയിലേക്ക് ആളെ എടുത്തിട്ടില്ല. കുറേ വേക്കൻസി ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കും HSA ഹിന്ദി നേടാൻ കഴിയും നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം. അപ്പോൾ നമ്മുടെ HSAയുടെ സിലബസൊക്കെ എല്ലാവരും കണ്ടു കാണും. അപ്പോൾ സിലബസിലേക്ക് നമ്മൾ പോകുന്നില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വീണ്ടും വീണ്ടും വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കിപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൽ നമുക്കൊന്ന് ക്വസ്റ്റ്യൻസിലൂടെ നമുക്കൊന്ന് കടന്നു പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സൂർദാസ്, കബീർദാസ്, നമ്മുടെ ഭക്തിക്കാൽ അല്ലേ, സൂർദാസ്, കബീർദാസ്, തുളസീദാസിനെ പറ്റിയൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ അതുമായിട്ട് ബേസ് ചെയ്ത കുറേ ക്വസ്റ്റ്യൻസ് പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ സെലക്ട് ചെയ്താണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ സൂർദാസ് കി ഭക്തി കാ രൂപ് ഹെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ? ഭക്തി കാ രൂപ് ഹെ. ഓപ്ഷൻ എ വാത്സല്യ. അപ്പോൾ വാത്സല്യ രസ സൂർദാസിൻ്റെ പല പദങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. सूरदास कृष्ण भक्ति शाखा के प्रमुख कवि है, वो जानते हैं आप लोग. और हम देखते हैं सूरदास के पदों में कृष्ण की वात्सल्य रस हम देखते हैं, देखा है. അപ്പോൾ ഇതാണോ കറക്റ്റ്? സൂർദാസ് की भक्ति का रूप है വാത്സല്യാണോ, ദാസ്യാണോ, മധുരാണോ, സഖ്യാണോ? അപ്പൊ ഏതാണ് കറക്റ്റ്? വാത്സല്യരസ് നമ്മൾ കാണാറുണ്ട്, ദാസ്യരസ് നമ്മൾ കാണാറുണ്ടോ, മധുരാണോ, സഖ്യാണോ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. മാറിപ്പോവരുത്. എല്ലാവർക്കും പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരും. വാത്സല്യാണ് നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ള പദങ്ങളിൽ വാത്സല്യരസ് ആണ് നമ്മൾ കണ്ടേക്കുന്നത്. അപ്പൊ അതാണോ എന്നൊരു കൺഫ്യൂഷൻ വരും. ഇനി തെറ്റിക്കരുത്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി, സഖ്യം. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കബീർദാസ് की भाषा का रूप है. നമ്മൾ കബീർദാസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഭക്തികാലില് കബീർദാസ് ഇമ്പോർട്ടൻ്റ് ആയതുപോലെ കബീർദാസ് की ഭാഷ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കബീർദാസ് की ഭാഷ എന്താ പറയുന്നത്? സത്കടി ഭാഷ അല്ലെങ്കിൽ കിച്ചടി ഭാഷ ബി കഹത്തെ ഹേ കബീർദാസ് की ഭാഷ കോ. എല്ലാ ഭാഷകളുടെയും ഒരു മിശ്രണമാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പൊ അവധിയാണോ കബീർദാസിന്റെ ഭാഷ? പഞ്ചമേൾ ഖിച്ചടി ഭാഷ, ഖിച്ചടി ഭാഷ ആണോ? ഖടി ഭോലി ഭാഷയാണോ? മൈഥിലി ആണോ? ഏതാണ് ഖിച്ചടി ഭാഷ എന്ന് ഞാൻ പറഞ്ഞു? പല ഭാഷകളുടെ മിശ്രണം അല്ലെ. അപ്പോ പഞ്ചമേൾ ഖിച്ചടി ഭാഷ ഹേ കബീർദാസ് की ഭാഷ. കിച്ചടി ഭാഷ എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, അല്ലെങ്കിൽ സതുഖടി ഭാഷ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരരുത്. പഞ്ചമേൽ ഖിച്ചടി ഭാഷയാണ് ആരുടേത്? കബീർദാസിൻ്റെത്. ഈ ഒരു ടൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂഷൻ വരരുത്. ഓക്കെ, തുളസീദാസ് കാ സർവധിക് പ്രസിദ്ധ ഗ്രന്ഥ कौन सा है? സർവധിക് പ്രസിദ്ധ ഗ്രന്ഥ कौन सा है? ഏതാണ് സൂർദാസിന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥം? രാമചരിതമാനസ്, വിനയ് പത്രിക, കവിതാവലി, ജാൻകി മംഗൾ. എല്ലാവർക്കും അറിയാം അല്ലേ? ഇതാണ് രാമചരിത. തുളസി എന്ന് പറയുമ്പോൾ ആരുടെ ഭക്തനാ? രാമകി ഭക്തി ഹെ ഉസ്മേ, തുളസി മേ അല്ലേ? അപ്പോ അത് ഓർത്ത് വെക്ക. തുളസി രാം. രാമചരിത മാനസ് ഹെ ഉസ്കി സർവധിക് പ്രസിദ്ധ ഗ്രന്ഥ. ഓക്കെ, അപ്പോൾ അടുത്തയിലേക്ക് പോവാം നമുക്ക്. बिहारी सत्सई की प्रकार की रचना. बिहारी सत्सई की प्रकार की रचना क्या होती है? भक्ति प्रधान होती है, श्रृंगार प्रधान. अब बिहारी सत्सईला ഏത് പ്രകാർ की रचना होती है? श्रृंगार प्रधान ആണോ, ഭക്തി ആണോ കൂടുതൽ, അല്ലെങ്കിൽ ശൃംഗാരാണോ, നീതി പ്രധാനാണോ, ലക്ഷൻ പ്രധാനാണോ? ഏതാണ്? ബിഹാരി എന്ന് പറയുമ്പോൾ തന്നെ ഏതാ?
ബിഹാരിയുടെ ശൃംഗാര പ്രധാൻ. അപ്പൊ ഓപ്ഷൻ ബി ശൃംഗാർ പ്രധാൻ ആണ്. ഏത് ബിഹാരി സത്സയിൽ നമുക്ക് ശൃംഗാർ പ്രധാൻ की रचना है वो. അപ്പൊ അടുത്തയിലേക്ക് പോകാം. കുച്ച് ആപ് ബീതി കുച്ച് ജഗ് ബീതി. കുച്ച് ആപ് ബീതി കുച്ച് ജഗ് ബീതി നാമക് നിബന്ധ. അപ്പോ ഒരു കാര്യം ഓർക്കുക, ഇതൊരു നിബന്ധാണ്. നമ്മൾ ഓരോ ക്വസ്റ്റ്യനിലും ഓരോ ആൻസേഴ്സും ക്വസ്റ്റ്യൻസും ഉണ്ട്, വേറെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ. ഇപ്പൊ നമ്മള് ഓർത്തിരിക്കുക, കുച്ച് ആപ് ബീതി കുച്ച് ജഗ് ബീതി വൈഖ് നിബന്ധ ഹെ. ചിലപ്പോ ഒരു ക്വസ്റ്റ്യൻ വരാം, ഇത് എന്ത് തരത്തിലാ, കിസ് വിധാ की रचना है ये, कुछ आप बीदी कुछ जग बीदी वैख निबंध है. निम्नलिखित में से किस विद्वान की रचना है, किस विद्वान की है, किसी अല്ല किस विद्वान की रचना है ये. ഇത് ആരുടെ രചനയാണ്, ആരുടെ നിബന്ധാണ്? പ്രേംചന്ദ്, മഹാവീർ പ്രസാദ് ദ്വിവേദി, ഭാരതേന്ദു ഹരിശ്ചന്ദ്ര, രാധ ചരൺ ഗോസ്വാമി. ആരുടെയാണ് കുച്ച് ആപ് ബീതി കുച്ച് ജഗ് ബീതി നിബന്ധ്? ആരുടെയാ? ഓപ്ഷൻ സി ഭാരതേന്ദു ഹരിശ്ചന്ദ്രന്റെയാണ്. ഏത് നിബന്ധ്? കുച്ച് ആപ് ബീതി കുച്ച് ജഗ് ബീതി നാമക് നിബന്ധ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൈഥിലി ശരൺ ഗുപ്ത രചിത് സാക്കേത് മഹാകാവ്യ के शीर्षक സാക്കേത് का अर्थ है. അപ്പൊ ഇവിടെ കുറെ കാര്യങ്ങൾക്ക് എന്താ ഈ ക്വസ്റ്റ്യനിൽ കുറെ വേറെ ക്വസ്റ്റ്യനുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്, ആൻസേഴ്സും ക്വസ്റ്റ്യൻസും. മൈഥിലി ശരൺ ഗുപ്ത അദ്ദേഹത്തിന്റെ രചനയാണ് സാക്കേത്. വൈഖ് മഹാകാവ്യ भी है. അപ്പോ മൈഥിലി ശരൺ ഗുപ്തിന്റെ രചനയാണ് സാക്കേത്. एक महाकाव्य है साकेत. किसने लिखा हुआ एक महाकाव्य है साकेत? मैथिली शरण गुप्त. मैथिली शरण गुप्त का महाकाव्य का नाम क्या है? साकेत. അപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചുറ്റോട് ചുറ്റും എന്താ ക്വസ്റ്റ്യൻസ് ആകാം, ആൻസേഴ്സും ഇതിൽ തന്നെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഇവിടത്തെ ക്വസ്റ്റ്യൻ എന്താണ്? मैथिली शरण गुप्त रचित साकेत महाकाव्य के शीर्षक. शीर्षक ആ ഒരു ഹെഡിങ് സാക്കേതിന്റെ എന്താ അർത്ഥ ഹേ, അതിന്റെ മീനിങ് എന്താണെന്ന്. സീത, രാമകഥ, സ്വർഗ, അയോധ്യ. ഏതാണ് സാക്കേത് എന്ന് പറഞ്ഞ് ഇവിടെ അർത്ഥമാക്കുന്നത്? അയോധ്യയാണ്. ഓപ്ഷൻ ഡി അയോധ്യയാണ് കറക്റ്റ് ആൻസർ. മറന്നുപോകരുത്, സാക്കേത് शीर्षक का अर्थ है अयोध्य. आधुनिक काल में रचित, आधुनिक काल में रचित हिंदी का प्रथम महाकाव्य किसे माना जाता है? आधुनिक काल में रचित, आधुनिक काल में എഴുതപ്പെട്ട हिंदी का प्रथम महाकाव्य, फर्स्ट महाकाव्य किसे माना जाता है? प्रिय प्रवाह, वैदेही वनवास, पंचवटी, साकेत. ഇതിലേതാണ് ആധുനിക് കാലിൽ എഴുതപ്പെട്ട ഹിന്ദിക്ക പ്രഥം മഹാകാവ്യ? ഇതൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. കേട്ടറ്റിനായിക്കോട്ടെ, HSK ആയിക്കോട്ടെ, HSST ആയിക്കോട്ടെ, സെറ്റ് ആയിക്കോട്ടെ, എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആധുനിക് കാൽ में रचित हिंदी का प्रथम महाकाव्य किसे माना जाता है? പ്രിയ പ്രവാഹാണോ, വൈദേഹി വൻവാസ് ആണോ, പഞ്ചവടി ആണോ, സാക്കേത് ആണോ? ആൻസർ പ്രിയ प्रवाह. आधुनिक काल में रचित हिंदी का प्रथम महाकाव्य है प्रिय प्रवाह. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. किसने अपनी वेदना को मधुमय पीड़ा कहा? ആരെങ്കിലും സ്വന്തം വേദനയെ ദർദ് കോ ഹം മധുമയ് പീഡ, മധുമയ് എന്ന് പറഞ്ഞാൽ എന്താ? മധുരകരമായിട്ടുള്ള പീഡ എന്ന് പറയോ നമ്മളുടെ വേദനയെ? കിസ്നെ അപ്നി വേദന കോ, സ്വന്തം വേദനയെ മധുമയ് പീഡ കഹ. അപ്പൊ ആരാ പറഞ്ഞത് സ്വന്തം വേദനയെ മധുമയ് പീഡ? കിസ്നെ കഹ? മീര, നിരാല, മഹാദേവ് വർമ്മ, വിദ്യാപതി. അപ്പൊ ഇതില് ആരാണ് എന്താണ് അപ്നി വേദന കോ മധുമയ് പീഡ കഹ? महादेव वर्मा ने अपनी पीड़ा को, अपनी वेदना को मधुमय पीड़ा कहा. അപ്പൊ നമ്മുടെ HSAയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നു തുടങ്ങി.
അപ്പം എല്ലാവരും ഒരു ആഗ്രഹം തന്നെയായിരിക്കും അല്ലേ, ഒരു നല്ലൊരു ടീച്ചർ ആവുക. അപ്പം നമ്മുടെ ഹിന്ദി ഭാഷ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻസ് ഹിന്ദി മാത്രമല്ല, HSAയുടെ ഒരു ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടതെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഡിഗ്രി, PG, B.Ed, പിന്നെ എന്താ നമ്മുടെ KTET ഒക്കെ പാസ്സായിരിക്കണം. അപ്പം അങ്ങനെ പാസ്സായവരുടെ ഒക്കെ ഒരു സ്വപ്നമാണ് എന്താണ്, ഗവൺമെൻറ് സർവീസിൽ കയറുന്ന HSA പാസ്സാവണം എന്നൊക്കെയുള്ളത്. അപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ നമ്മുടെ HSAയുടെ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എന്താ സിലബസ് ബേസ്ഡ് ക്ലാസ്സസ് ഒക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന് പറ്റിയ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, നമുക്ക് നല്ല ഫാക്കൽറ്റീസ് ഉണ്ട്. നമ്മൾക്ക് അപ്പോൾ എന്താ ഓരോ കറക്റ്റായിട്ടുള്ള ടൈം ടേബിൾ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. കൂടാതെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ട് ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ക്ലാസ്സസ്. കൂടാതെ ടെസ്റ്റുകൾ, ഓരോ ക്ലാസ്സസ് ബേസ് ചെയ്ത ടെസ്റ്റുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ എന്താ പറയുക, മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കോമ്പറ്റീറ്റീവ് ക്രാക്കറിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വേഗം തന്നെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യേണ്ട ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സസിൽ നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.